പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വണ്ടിക്കുള്ളിലാണ് ഉള്ളത്. ഇനി ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന കച്ചവടങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്തിറങ്ങും. ഇതാണ് ഫ്രിഡ്ജാണിത്. ഫ്രിഡ്ജാണ്. വണ്ടിയുടെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇതിനകത്തൊന്ന് ഒതുക്കി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വണ്ടിയുടെ സാധനങ്ങളാണ്. ഗണ്ണുണ്ട്, വൃത്തിയാക്കുന്ന ക്ലീനറും ഗണ്ണുണ്ട്. പക്ഷെ ഞാൻ അതെടുത്ത് ഇതിനകത്ത് കറണ്ട് തന്നെ ഉണ്ട്. എല്ലാം കുത്തി വരുന്ന അമ്മയും കൊണ്ട് ബ്രഷ് കൊണ്ട് പെട്ടെന്ന് ഊർജത്തൊന്ന് മാറും. ഇപ്പം ഞാൻ എടുത്ത് ഇനിയിപ്പോൾ ഈ ആഴ്ച ഓട്ടം ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ആ നേരത്തെ നമ്മൾ വീണ്ടും ഇതേപോലെ വൃത്തിയാക്കണം, സാധനം പറക്കി വെക്കുന്നതിന് മുമ്പ്. ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ നമുക്ക് തൂത്ത് കഴിഞ്ഞ് ആ ചെറിയ മണ്ണൊക്കെയാണ് എല്ലാം വണ്ടിയുടെ സാധനങ്ങളാണ്. കൈകഴുകാനുള്ള ഹോസ്, ഗ്യാസിൻ്റെ കണക്ഷന്, എയർ അടിക്കുന്ന പമ്പ്, അല്ലൗസ് ഡ്രൈവർമാർക്ക് പണിയില്ല എന്ന് പറയുന്ന ഒച്ചാട്ടന്മാർ ഇതെല്ലാം കാണുക. ഒരു വണ്ടി പോകുമ്പോഴും പോയിട്ട് വരുമ്പോഴും നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. ഇങ്ങനെ ചെളിയിലും മണ്ണിലും ഒന്നും പാകാത്തത് കൊണ്ട് കഴുകേണ്ട കാര്യമില്ല. തുടച്ചിട്ട് വണ്ടി എടുത്ത് അപ്പുറത്ത് പാർക്കിങ്ങിൽ ഇട്ട് കൊടുത്താൽ മതി. നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ താക്കോല് എന്നിട്ട് പോകും, വൃത്തിയാക്കിയിട്ടോളാൻ പറയും. സാധനവും വൃത്തിയാക്കിയിട്ട് വണ്ടി എടുത്ത് അപ്പുറത്തിടാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പെട്ടെന്നുള്ള പണികൾ നമ്മൾ ചെയ്ത് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് വരും. അത്രയും വണ്ടിയുടെ സാധനങ്ങളാണ്. എല്ലാം അവിടെ ഒതുക്കി വെച്ച് കഴിഞ്ഞു നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞു. ഷവർലൈറ്റ് കാരവൻ്റെ വീഡിയോസ് പാർട്ടായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുൻപിലത്തെ പാർട്ടുകളൊക്കെ കാണുവാനും അതിൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ പറയുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പാർട്ടുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.